ഉമേഷ്, വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ആദ്യ പദ്ധതിയൊക്കെ ആലോചിക്കുന്ന സമയത്തുണ്ടായ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞത്തെ സമരമുഖങ്ങളൊക്കെ കണ്ടതാണ്. അതൊക്കെ പിന്നിട്ട് വിഴിഞ്ഞം തുറമുഖം പിന്നീട് കമ്മീഷൻ ചെയ്യുന്നു, ഉദ്ഘാടനം നടക്കുന്നു. പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, പക്ഷേ സർക്കാർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വളർച്ച ആ തുറമുഖത്തിനുണ്ടാവുന്നു. ഇപ്പോൾ സർക്കാർ നേരത്തെ എന്താണോ പ്രതീക്ഷിച്ചത്, നേരത്തെ എന്താണോ ആസൂത്രണം ചെയ്തത്, അതിനേക്കാൾ വർഷങ്ങൾക്ക് മുൻപേ തന്നെ രണ്ടാം പദ്ധതിയുടെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അതോടുകൂടി തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഈ സ്ട്രെയിറ്റ് ബെർത്തുള്ള തുറമുഖങ്ങളിൽ ഏറ്റവും വലുത് എന്ന രീതിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറുകയും ചെയ്യും. ഈ രണ്ട് മദർഷിപ്പുകൾ നമ്മൾ കണ്ടതാണ്. രണ്ട് മദർഷിപ്പുകൾക്ക് ഒരേ സമയം അവിടെ നങ്കൂരമിടാം, ബെർത്ത് ചെയ്യാം എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഈ രണ്ടാം ഘട്ടം പൂർത്തിയാവുന്നതുകൂടി 2028 കൂടി തന്നെ കൂടുതൽ മദർഷിപ്പുകൾ, ഏതാണ്ട് 5 മദർഷിപ്പുകൾ ഒരേ സമയം ബെർത്ത് ചെയ്യാം എന്ന രീതിയിലേക്ക് വിഴിഞ്ഞം തുറമുഖം വളരുകയും ചെയ്യും. അതൊക്കെ തന്നെ വലിയ വികസന പദ്ധതികളും വികസന സ്വപ്നങ്ങളും ആ ദേശത്തിന്, മൊത്തം സംസ്ഥാനത്തിനും, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യക്കൊക്കെ സമ്മാനിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉമേഷ് സൂചിപ്പിച്ചത് തന്നെയാണ്, ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പദ്ധതികൾ കൂടി അവിടെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റോഡ് വികസനമാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ കണ്ടെയ്നറുകൾ വരുന്നതോടുകൂടി റോഡ് വഴിയുള്ള ചരക്ക് ഗതാഗതം അത് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. റോഡ് വലുതാകേണ്ട, അല്ലെങ്കിൽ കൂടുതൽ റോഡുകൾ വരേണ്ട സാഹചര്യമുണ്ട്. ഇതിനൊക്കെയായി അവിടുത്തെ കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ടതായി വരും. ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇന്ന് ആരംഭിക്കുകയില്ലേ? അതിനോടൊക്കെ എങ്ങനെയാണ് ആ പ്രദേശവാസികൾ പ്രതികരിക്കുന്നത് ഉമേഷ്? പ്രജിൻ, ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. അതായത് റോഡുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ചില നഷ്ടപരിഹാരം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും ചില പരാതികളുമെല്ലാം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ രണ്ടാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പക്ഷേ തുറമുഖത്തിനകത്ത് നിർമ്മാണത്തിന് പുറത്തുനിന്ന് റോഡ് ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യമില്ല. കാരണം കൂടുതൽ കടൽ നികത്തിയാണ് അടുത്ത ഘട്ട നിർമ്മാണങ്ങളിലേക്ക് കടക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അതേസമയം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും സുപ്രധാനം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ തിരുവനന്തപുരം ജില്ലയെ പൂർണ്ണമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസന മാതൃക മാറും. കാരണം റിംഗ് റോഡ് അടക്കം, അതായത് വിഴിഞ്ഞവുമായി ഒരു ബന്ധവുമില്ലാതെ കിലോമീറ്ററുകൾ മാറി നിൽക്കുന്ന നെടുമങ്ങാട്, തേക്കട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന, സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന, കണ്ടെയ്നറുകൾ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന മേഖലയായി മാറും. അത്തരത്തിൽ സ്റ്റോറേജ് മേഖലകൾ, അത്തരത്തിൽ നിരവധി അടിസ്ഥാന സൗകര്യ മേഖലയിൽ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു വികസന ചുവടുവയ്പ് കൂടിയാണ് വിഴിഞ്ഞം ഈ റോഡ് മാർഗമുള്ള ചരക്ക് മാറ്റാൻ സാധ്യമാക്കാൻ പോകുന്നത്. ഇതുവരെ അതായത് ഈ നിർമ്മാണോദ്ഘാടനം എല്ലാം കഴിഞ്ഞ് ഈ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ആദ്യഘട്ടത്തിൽ കൂടുതലും റോഡ് വഴിയുള്ള കണ്ടെയ്നർ നീക്കം അത് നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ആ പരിമിതിയാണ് രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കാൻ പോകുന്നത്. റോഡ് വഴിയുള്ള ചരക്ക് നീക്കം അത് ഏറ്റവും നിർണായകമാണ്. റോഡ് വഴിയുള്ള ചരക്ക് നീക്കം സ്വാഭാവികമായി കയറ്റുമതിയും ഇറക്കുമതിയും വലിയ രീതിയിൽ മാറും. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇറക്കുമതിയുടെയും കയറ്റുമതിയുടെയും കോൾഡ് സ്റ്റോറേജുകളുടെയും സ്റ്റോറേജ് സ്പേസുകളുടെയും എല്ലാം വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകും. തിരുവനന്തപുരം വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് വലിയൊരു ബിസിനസ് മാതൃകയും മുന്നോട്ട് വരും. എന്തായാലും ഈ ഒരു മാതൃക, അതിന്റെ ഒരു സാധ്യത പൂർണ്ണമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 2045 വരെ നീണ്ടുപോയേക്കാവുന്ന ഒരു നിർമ്മാണം അതിപ്പോൾ 2028 ഡിസംബറോടുകൂടി പൂർത്തിയാക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.